ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ പരിശോധന തുടരുന്നു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇന്ന് പരിശോധിക്കും. ശബരിമലയിലെ പരിശോധനയ്ക്ക് ശേഷം ആറന്മുള സ്ട്രോങ് റൂമിലെത്തിയും ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധന നടത്തും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻ സിഇഒ എന്നിവരോട് ശബരിമലയിൽ ഹാജരാകാനും ജസ്റ്റിസ് കെ ടി ശങ്കരൻ നോട്ടീസ് നൽകിയിരുന്നു. പ്രതി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയേക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഒരു ഭാഗത്ത് അന്വേഷണ സംഘത്തിന്റെ നടപടികൾ പുരോഗമിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ പരിശോധനയും തുടരുകയാണ്. നിലവിൽ പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? രോഹിണി, ശബരിമലയിലെ മൂല്യവത്തായിട്ടുള്ള വസ്തുക്കളുടെ അളവെടുപ്പിന് വേണ്ടി ഹൈക്കോടതി നിയോഗിച്ചതാണ് ജസ്റ്റിസ് കെ ടി ശങ്കരനെ. അദ്ദേഹത്തിൻ്റെ പരിശോധന നടപടികൾ ഇന്നലെ മുതൽ സന്നിധാനത്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ശബരിമലയിലെ സ്ട്രോങ് റൂം തുറന്ന് ആ വസ്തുക്കളുടെയൊക്കെ അളവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചു. ഇന്നിപ്പോൾ ശബരിമലയിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി തിരികെ കൊണ്ടുവന്നിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ പരിശോധനയാണ് നടക്കുന്നത്. അതിൽ സ്വർണ്ണത്തിൻ്റെ തൂക്കമടക്കം അളവടക്കം കൃത്യമായിട്ട് വിദഗ്ധരുടെ സഹായത്തോടു കൂടി ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 11 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ പരിശോധന നടപടികൾ ആരംഭിക്കുന്നുണ്ടാവുക. 11 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ നടപടിക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നെന്തായാലും പ്രധാനമായിട്ടും ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണത്തിൻ്റെ അളവ് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകളാണ് നടക്കുന്നുള്ളത്. ഒപ്പം ഇന്നത്തെ ദിവസം നേരത്തെ തന്നെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിട്ടുള്ള ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒയെയും സന്നിധാനത്ത് ഹാജരാകണം, താൻ പരിശോധന നടത്തുമ്പോൾ അവിടെ ഹാജരാകണമെന്നുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ സന്നിധാനത്ത് എത്തിയേക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. മറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും സന്നിധാനത്തേക്ക് എത്തില്ല. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. FIR ഇട്ട സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് ഹാജരാകില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും പരിശോധനാ നടപടികൾ അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇന്നിപ്പോൾ സന്നിധാനത്ത് പരിശോധന പൂർത്തിയായതിനു ശേഷം നാളെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലെത്തിയും പരിശോധന നടത്തും. സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമൂല്യങ്ങളായിട്ടുള്ള വസ്തുക്കൾ കൂടുതലും സൂക്ഷിക്കുന്നത് ആറന്മുളയിലെ ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പരിശോധനയും ഈ അന്വേഷണത്തിൽ ഏറെ നിർണായകമാണ്. എന്തായാലും ഈ ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ കണ്ടെത്തലുകൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രധാനമായിട്ടും ദേവസ്വം മഹസറിലും രജിസ്റ്ററിലുമുള്ള അളവുകളും അതോടൊപ്പം തന്നെ അവിടെ നിന്നും നേരിട്ട് ബോധ്യപ്പെടുന്ന അളവുകളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കുന്നത്. 7 അംഗ സംഘമാണ്. അദ്ദേഹത്തോടൊപ്പം എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, തിരുവാഭരണം കമ്മീഷണറുണ്ട്, സ്പെഷ്യൽ കമ്മീഷണറുണ്ട്, ഒപ്പം സ്മിത്ത് അടക്കമുള്ള ആളുകളുണ്ട്, വിജിലൻസ് പ്രതിനിധി അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘമാണ് ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. എന്തായാലും നാളെ കൊണ്ട് പരിശോധന പൂർത്തീകരിക്കാനാണ് തീരുമാനം. അഥവാ നാളെ കൊണ്ട് അല്ലെങ്കിൽ ഇന്നുകൊണ്ട് സന്നിധാനത്തെ പരിശോധന പൂർത്തിയായില്ല, നാളെ കൂടി നീളുകയാണെങ്കിൽ മറ്റന്നാളായിരിക്കും ഒരുപക്ഷെ ആറന്മുളയിലേക്ക് പരിശോധന നടത്തുക എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ കണ്ടെത്തലുകൾ അത് ഈ കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകമായിട്ടുള്ള രേഖകളായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രോഹിണി, അതെ, ശരി ഗൂഗിൾ. ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ പരിശോധന തുടരുകയാണ്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളാണ് ഇന്ന് പരിശോധിക്കുക. അദ്ദേഹത്തിന്റെ പരിശോധനാ ഫലം ഈ വിഷയത്തിൽ ഏറെ നിർണായകം എന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.